CBI ഈ കേസിൽ കാണിച്ച ഏറ്റവും വലിയ അനാസ്ഥ എന്ന് പറയുന്നത് ഈ കേസ് പുനരന്വേഷണം നടത്തിയെന്നതാണ്. ഇതിൽ പല പിഴവുകളാണ് CBIയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി വന്നതോടെ ഉണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസിൽ ഏറ്റവും ഒടുവിലായി ഇവരുടെ ശിക്ഷ മരവിപ്പിച്ചുകൊണ്ട് ഇവരെ എല്ലാ പ്രതികളെയും 1 മുതൽ 5 വരെയുള്ള എല്ലാ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാന വിധി ഇന്നലെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്നത് CBIയുടെ അനാസ്ഥ തന്നെയാണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തുടരന്വേഷണത്തിന് ഉത്തരവിട്ട കേസിൽ പുനരന്വേഷണം നടത്തുന്നു, സാക്ഷിയെ പ്രതിയാക്കുന്നു, പിന്നീട് മാപ്പ് സാക്ഷിയാക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ആരോപണങ്ങളാണ് CBIക്ക് ഈ കേസിൽ നേരിടേണ്ടി വന്നത്. അങ്ങനെ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഈ CBIയുടെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കോടതി കുറ്റവിമുക്തൻ ആക്കിയിരിക്കുന്നത്. എന്നാൽ ഉദയകുമാറിനെ അപ്പോഴും ഒരു ചോദ്യമുണ്ട്. ഉദയകുമാറിനെ ആരാണ് കൊന്നത്? പ്രത്യേകിച്ച് ഏറെനാൾ 20 വർഷത്തിലധികമായി ആ അമ്മ ഏകദേശം 2ാമത്തെ വയസ്സിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയതിന് ശേഷം ആ ഒരു മകനെ വളർത്തി തനിക്കൊരു തുണയാകുമെന്നൊരവസരത്തിൽ ഒരു അകാരണമായിട്ട് കൊണ്ടുപോയതാണ്. ഒരു മോഷ്ടാവിനെ അല്ല പോലീസ് സ്റ്റേഷനിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്നത്, ഒരു മോഷണക്കുറ്റം അത് തലയിലേൽക്കാൻ അവരെ മർദ്ദിച്ച് നിർബന്ധിതരാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അങ്ങനെ ഈ കേസിൽ 5 പ്രതികളാണ്. SI K ജിതകുമാർ, സീനിയർ CPO SV ശ്രീകുമാർ, അതോടൊപ്പം തന്നെ ഇവരാണ് ഈ ക്രൈമിൽ നേരിട്ട് പങ്കെടുത്ത ഉദ്യോഗസ്ഥർ. ഇതോടൊപ്പം തന്നെ ഒരു പ്രതി ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വിചാരണയ്ക്ക് മുൻപ് തന്നെ മരണമടയുകയുണ്ടായി. പിന്നീട് ഈ 2ാം പ്രതിയായ SV ശ്രീകുമാർ അർബുദബാധിതനായി